ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കഴിഞ്ഞ ദിവസം നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന ടോപ്പിക്കാണ് റിവൈസ് ചെയ്തത്. അതിൽ റിമൈനിങ് ആയിട്ട് നിൽക്കുന്ന റിട്ടുകൾ എന്ന ഏരിയയാണ് ഇന്ന് റിവൈസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് റിട്ടുകൾ? മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. ഓക്കെ, റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടൻ. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ബ്രിട്ടൻ. റിട്ട് പുറപ്പെടുവിക്കുവാനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണുള്ളത്. ഓക്കെ, റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് ഉള്ളത്. ഓക്കെ, മറ്റു കീഴ്ക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കണമെങ്കിൽ പാർലമെന്റിന്റെ അംഗീകാരം നിർബന്ധമാണ്. ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. മറ്റു കീഴ്ക്കോടതികൾക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ പാർലമെന്റിന്റെ അംഗീകാരം നിർബന്ധമാണ്. ഓക്കെ, ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? ആർട്ടിക്കിൾ 32 അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? 226 അനുച്ഛേദ പ്രകാരമാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രം റിട്ട് പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതിയാണ്. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രം റിട്ട് പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതി. അങ്ങനെയാണെങ്കിൽ മൗലിക അവകാശങ്ങളോടൊപ്പം നിയമ അവകാശങ്ങൾ കൂടി സ്ഥാപിക്കുന്നതിനായും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഹൈക്കോടതിക്കുണ്ട്. മൗലിക അവകാശം പ്ലസ് നിയമാവകാശങ്ങൾ സ്ഥാപിക്കുന്നതിനായിട്ട് റിട്ട് പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതിയാണ്. അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സുപ്രീം കോടതിക്കാണോ ഹൈക്കോടതിക്കാണോ വിശാലമായിട്ടുള്ള റിട്ട് അധികാരം ഉള്ളത്? ഓക്കെ, ഈ അർത്ഥത്തിൽ ഹൈക്കോടതിക്കാണ് എന്തുള്ളത്? റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം വിശാലമായിട്ടുള്ളത്. എന്ന് വെച്ചാൽ മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതെങ്കിൽ ഹൈക്കോടതി ആണെങ്കിൽ മൗലികാവകാശം പ്ലസ് നിയമാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് റിട്ട് പുറപ്പെടുവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം വിശാലമാണ്. ഇനി സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുമ്പോൾ ഹൈക്കോടതികൾക്ക് അതത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശ പരിധിക്കുള്ളിൽ മാത്രമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കുന്നത്. സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുമ്പോൾ ഹൈക്കോടതികൾക്ക് അതത് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശ പരിധിക്കുള്ളിൽ നിന്ന് മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ടാവുക. ഈ റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. അതുപോലെ റിട്ട് എന്ന ആശയം എവിടെ നിന്നാണ്? ബ്രിട്ടൻ. ബ്രിട്ടൻ. ഇനി റിട്ടുകളുടെ എണ്ണം എത്ര റിട്ടുകളുണ്ട്? 5 റിട്ടുകളാണ് ഉള്ളത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോ വാറന്റോ, സെർഷ്യോററി. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോ വാറന്റോ, സെർഷ്യോററി എന്നിങ്ങനെ 5 റിട്ടുകളാണ് ഉള്ളത്. ഇനി ആദ്യത്തേത് ഹേബിയസ് കോർപ്പസ്. എന്താണ് ഹേബിയസ് കോർപ്പസ്? വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക എന്നർത്ഥം വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. എന്താണ്? നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക എന്നാണ് ഈ ലാറ്റിൻ പദത്തിന്റെ അർത്ഥം. ഇനി പൊതുസ്ഥാപനങ്ങൾക്കെതിരെയും സ്വകാര്യ വ്യക്തികൾക്കെതിരെയും ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. അടുത്തത് മാൻഡമസ് റിട്ടിനെ കുറിച്ചാണ്. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ്. നാം കൽപ്പിക്കുന്നു എന്നാണ് മാൻഡമസ് എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ഇനി പൊതുസ്ഥാപനം, കീഴ്ക്കോടതി, ട്രിബ്യൂണൽ, സർക്കാർ, കോർപ്പറേഷൻ തുടങ്ങിയവയ്ക്കെതിരെയൊക്കെ മാൻഡമസ് പുറപ്പെടുവിക്കാം. അതുപോലെ സ്വകാര്യ വ്യക്തികൾ, രാഷ്ട്രപതി, ഗവർണർമാർ, പാർലമെന്റ് തുടങ്ങിയവയ്ക്കെതിരായി മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല. എന്താണ്? സ്വകാര്യ വ്യക്തികൾ, രാഷ്ട്രപതി, ഗവർണർമാർ, പാർലമെന്റ് തുടങ്ങിയവയ്ക്കെതിരായി മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല. അടുത്തത് മൂന്നാമത്തെ റിട്ട് പ്രൊഹിബിഷൻ ആണ്. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ അല്ലെങ്കിൽ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ്
പ്രൊഹിബിഷൻ വിലക്കുക എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു കീഴ്ക്കോടതി അധികാര അതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയാണ് എന്ന് കാണുമ്പോൾ പ്രാഥമികമായി അതിനെ തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനെയാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. വിലക്കുക എന്നാണ് പ്രൊഹിബിഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രം പുറപ്പെടുവിക്കാവുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ റിട്ട്. ഓക്കെ, എന്താണ്? ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രം പുറപ്പെടുവിക്കാവുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ റിട്ട്. അടുത്തത് സെർഷ്യോററി റിട്ടാണ്. സെർഷ്യോററി റിട്ട് എന്ന് വെച്ചാൽ എന്താ? ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി റിട്ട്. ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് സാറിന് കൊടുക്കുക എന്നാണ്. സാർ എന്ന് പറയുമ്പം എന്താണ്? കീഴുദ്യോഗസ്ഥൻ ഒരു മേലുദ്യോഗസ്ഥന് കൊടുക്കുന്ന രീതിയിൽ കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി റിട്ട്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് സാറിന് കൊടുക്കാനുള്ള ഉത്തരവിടുന്നതാണ് സെർഷ്യോററി റിട്ട്. അതായത് ടു സർട്ടിഫൈ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക എന്നൊക്കെയാണ് സെർഷ്യോററി എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം. ക്ലിയർ അല്ലേ? ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി റിട്ട്. ടു സർട്ടിഫൈ എന്നാണ് സെർഷ്യോററി എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം. മേൽക്കോടതിയുടെ വിലയിരുത്തലിന് വേണ്ടിയിട്ട് കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിൻ്റെ നടപടി രേഖകളൊക്കെ വിട്ടുകിട്ടുന്നതിനാണ് ഈ സെർഷ്യോററി റിട്ട് ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? മേൽക്കോടതിയുടെ വിലയിരുത്തലിന് വേണ്ടിയിട്ട് കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിൻ്റെ നടപടി രേഖകൾ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെർഷ്യോററി റിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഏറ്റവും അവസാനമായിട്ട് കോ വാറൻഡോ റിട്ട്. 5 റിട്ടുകളാണുള്ളത്. ലാസ്റ്റാണ് കോ വാറൻഡോ. കോ വാറൻഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തധികാരം. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് കോ വാറൻഡോ. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് കോ വാറൻഡോ. കോ വാറൻഡോ എന്ന പദത്തിന്റെ അർത്ഥം എന്തധികാരം. താൻ എന്തധികാരത്തിലാണോ അവിടെ കയറിയിരിക്കുന്നതെന്ന് ചോദിക്കുന്ന റിട്ടാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ കോ വാറൻഡോ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് കോ വാറൻഡോ. ക്ലിയർ ആണല്ലോ? ഇനി നിയമപരമായോ ഭരണഘടനാടിസ്ഥാനമായോ നിലവിലുള്ള സ്ഥാപനങ്ങൾക്കെതിരെയാണ് കോ വാറൻഡോ പുറപ്പെടുവിക്കുക. എന്താണ്? നിയമപരമായോ അല്ലെങ്കിൽ ഭരണഘടനാ അടിസ്ഥാനമായോ നിലവിലുള്ള സ്ഥാപനങ്ങൾക്കെതിരെയാണ് കോ വാറൻഡോ പുറപ്പെടുവിക്കുക. ഇനി പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് ഏതാണ്? കോ വാറൻഡോ റിട്ടാണ്. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ടാണ് കോ വാറൻഡോ റിട്ട്. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഇതാണ്. സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകൾ ഏതൊക്കെ? സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകൾ ഏതൊക്കെയാണ്? മാൻഡമസ്, സെർഷ്യോററി, പ്രൊഹിബിഷൻ. മാൻഡമസ്, സെർഷ്യോററി, പ്രൊഹിബിഷൻ എന്നീ 3 റിട്ടുകൾ സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയുന്ന റിട്ടുകൾ ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസും കോ വാറൻഡോയുമാണ്. ഹേബിയസ് കോർപ്പസും കോ വാറൻഡോയും സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയും. മറ്റുള്ള 3 ഏതൊക്കെ? മാൻഡമസ്, സെർഷ്യോററി, പ്രൊഹിബിഷൻ എന്നിവ സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകളാണ്. MSP എന്ന കോഡിലൂടെ ഓർത്തു വയ്ക്കുക. M ഫോർ മാൻഡമസ്, S ഫോർ സെർഷ്യോററി ആൻഡ് P ഫോർ പ്രൊഹിബിഷൻ. സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകൾ MSP. ക്ലിയർ ആണല്ലോ? ഇനി റിട്ടുകളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. റിട്ട് ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തു? റിട്ട് ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തു. ലാറ്റിൻ പദമാണെന്ന് വന്നിട്ടുണ്ട്. ഹേബിയസ് കോർപ്പസ് എന്താണ്? അതുപോലെ ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം കൊടുക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? അതുപോലെ സുപ്രീം കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള ആർട്ടിക്കിൾ ഏതാണ്? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സെർഷ്യോററി, മാൻഡമസ് എല്ലാം വന്നിട്ടുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. നന്നായിട്ട് പഠിച്ചു വെച്ചാൽ ഭരണഘടനയുടെ ഭാഗത്ത് നിന്നുള്ള 5 മാർക്കും നമുക്ക് ഷുവറായിട്ട് കിട്ടും. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ലൈക്ക്, കമൻറ്റ്സ് എന്നിവ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.